ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നത്തോലി തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം. നത്തോലി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് പെരക്കി വെക്കാം. ഉപ്പും എരിവും ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാക്കി അരപ്പ് നമുക്ക് തേങ്ങ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. പെരക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം അടച്ച് വെക്കാം. മീനിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടി 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മീനിലേക്ക് തക്കാളിയും അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞെടുത്തത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അരപ്പെടുത്തിട്ടുണ്ട്. അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയെടുക്കണം. കലക്കിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടുപ്പിൽ വെക്കാം. അരപ്പിന് കൊഴുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി കലക്കിയെടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി തിളച്ച് വരുന്നുണ്ട്. ഇപ്പം നമുക്കിനി 2 മിനിറ്റ് സിമ്മിലിട്ട് വെച്ച് കൊടുത്താൽ മീനും തക്കാളിയും കറക്റ്റ് വെന്ത് കിട്ടും. ഒരുപാട് നേരം മീൻകറി അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ച മീൻകറിയിൽ ജീരകവും ചെറിയുള്ളിയൊന്നും ചേർക്കാറില്ല. അങ്ങനെയെല്ലാം ചേർക്കുമ്പോൾ മീനിൻ്റെ ടേസ്റ്റ് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ചേർക്കാത്തത്. മീൻ ആദ്യം ചേർത്ത് കൊടുത്തതുകൊണ്ട് മീൻ ഉടഞ്ഞു പോകുന്നില്ല. കുറേ നേരം ഇട്ട് തിളപ്പിക്കാണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് മീനും അരപ്പെല്ലാം വെന്ത് കിട്ടും. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയിൽ കടുകൊന്നും താളിക്കലില്ല. ഇപ്പം കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച നെത്തോലി കറിയാണിത്. ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. താങ്ക് യു.